നമസ്കാരം. മലയാള സിനിമയിൽ സംവിധായകൻ വിനയനെ വിലക്കിയ സംഭവത്തിൽ സിനിമാ സംഘടനകളായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴ ചുമത്തിയത് 7 വർഷം മുമ്പാണ്. 3 വർഷത്തിനു ശേഷം 2020 സുപ്രീം കോടതി കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധി ശരിവെച്ച് വിനയന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിന് ശേഷം താൻ ഒരുക്കുന്ന പ്രൊജക്ടുകൾക്കും ചുറ്റും പഴയ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമം നടക്കുന്നുവെന്ന് വിനയൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിച്ചു. വിനയന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ വിപ്ലവകരമായ ഒരു വിധി ഉന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ട് 4 വർഷമാകുകയാണ്. 2020 സിനിമയിൽ ഞാനെടുത്ത നിലപാടുകളെ ശരിവെച്ചുകൊണ്ടുള്ള ആ സുപ്രധാന വിധി ഉണ്ടായത്. ജസ്റ്റിസ് നരിമാൻ, ജസ്റ്റിസ് നവീൻ സിൻഹ, ജസ്റ്റിസ് KM ജോസഫ് എന്നിവരാണ് ഇന്ത്യൻ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധിക്കെതിരെ കൊടുത്ത അപ്പീൽ തള്ളിക്കൊണ്ട് ചരിത്രപരമായ വിധി പ്രഖ്യാപിച്ചത്. ഒരു പതിറ്റാണ്ടിൽ കൂടുതൽ എന്നെക്കൊണ്ട് സിനിമ ചെയ്യിപ്പിക്കാതിരിക്കാൻ രഹസ്യവിലക്കുമായി നടന്ന ശ്രീ B ഉണ്ണികൃഷ്ണനും പരേതനായ ശ്രീ ഇന്നസെന്റും ഉൾപ്പെടെ വിലക്കിന് ചുക്കാൻ പിടിച്ച നിരവധി പ്രമുഖ സിനിമാ പ്രവർത്തകരും അവരുടെ സംഘടനകളും ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ പെനാൽറ്റി അടയ്ക്കേണ്ടി വന്ന ശിക്ഷ ലോക സിനിമാ രംഗത്ത് തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു. കേരളത്തിലെ സിനിമാ മേധാവിത്വത്തിൻ്റെ ശക്തി മൂലം നമുക്ക് മീഡിയകൾക്ക് നല്ല ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ആ ചരിത്രപരമായ വിധി ഇവിടെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ലെന്നാണ് സത്യം. ഇന്നും നമ്മുടെ മീഡിയകളിൽ ബഹുമാന്യനായ നടൻ തിലകൻ ചേട്ടനെ 2 വർഷം സിനിമാ സംഘടനകൾ വിലക്കിയതിനെ പറ്റി പറയുമ്പോഴും 12 വർഷം ആ വിലക്കിനെ നേരിട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്ത ശിക്ഷ വാങ്ങിക്കൊടുത്ത് തിരിച്ച് ഇൻഡസ്ട്രിയിൽ വന്ന ഒരു ചലച്ചിത്രകാരൻ്റെ സ്ട്രഗിൾ പലരും ചർച്ചകളിൽ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനുമായുള്ള ബന്ധം തിലകൻ ചേട്ടൻ്റെ വിലക്കിനും തിലകൻ ചേട്ടനുമായുള്ള ബന്ധം എൻ്റെ വിലക്കിനും പരസ്പരം കാരണമായിരുന്നു എന്നത് പലർക്കും അറിയാമെന്ന് തോന്നുന്നില്ല. തിലകൻ ചേട്ടന് അവസരം കൊടുക്കാതെ മാറ്റി നിർത്തിയത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ കേസിന് പോയത്. 89 പേജുള്ള വിധിന്യായത്തിൽ അത് വിശദമായി പറയുന്നുണ്ട്. തിലകൻ ചേട്ടൻ മരിച്ചു പോയതുകൊണ്ടായിരിക്കാം പലപ്പോഴും മീഡിയകൾ അദ്ദേഹം നേരിട്ട വിലക്ക് ചർച്ച ചെയ്യുന്നത്. ചിലപ്പോൾ എൻ്റെ മരണശേഷം മലയാള സിനിമയിൽ ഒരു വ്യാഴവട്ടക്കാലത്തോളം ഞാൻ അനുഭവിച്ച ഒരു വിലക്കിനെ പറ്റി ചാനലുകളിൽ സ്റ്റോറികൾ വന്നേക്കാം. 2007 തുടങ്ങിയ വിലക്കിനെതിരെ വിധി വന്ന ശേഷം 2020 മാത്രമാണ് മനസ്സിന് ഇഷ്ടം പോലെ ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ കഴിഞ്ഞത്. 2022 റിലീസ് ചെയ്ത 19-ാം നൂറ്റാണ്ട് എനിക്ക് കിട്ടിയ ആ സ്വാതന്ത്ര്യം പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു എന്ന് ആ ചിത്രത്തെപ്പറ്റി നടന്ന നിരൂപണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അടുത്ത കാലത്തിറങ്ങിയ ചരിത്ര സിനിമകളെക്കാളൊക്കെ മികച്ച നിലവാരം പുലർത്തിയ സിനിമയായിരുന്നു 19-ാം നൂറ്റാണ്ട് എന്ന ഒരു ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ആ ചർച്ചയ്ക്ക് തടയിടാനാണ് ഇവിടുത്തെ ചില പ്രഗത്ഭ സിനിമാക്കാരും അവരുടെ കൂടെയുള്ളവർ ശ്രമിച്ചത്. ഞാനത് കാര്യമാക്കില്ല. പക്ഷേ അതിനുശേഷം വന്ന ചില പ്രൊജക്റ്റുകൾക്ക് ചുറ്റും പഴയ ഊരുവിലക്കിൻ്റെ കാണാപ്രേതങ്ങൾ കറങ്ങി നടക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. കൃത്യമായി ആ പ്രേതങ്ങളുടെ ചെവിക്ക് പിടിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ തെളിവ് സഹിതം വിചാരണയ്ക്ക് എത്തിക്കുന്നതായിരിക്കും താമസിയാതെ. അപ്പോൾ ശിക്ഷ പഴയ പെനാൽറ്റി ആയിരിക്കില്ല. മറ്റൊരു മികച്ച സിനിമയുമായി നിങ്ങൾക്ക് മുന്നിൽ ഉടൻ തന്നെ എത്തും. റിലീസ് 2025 അതിനുശേഷമായിരിക്കും അത്ഭുതദ്വീപിൻ്റെ 2ാം ഭാഗം. സിനിമാ പ്രവർത്തകർ സിനിമയിലൂടെ കഴിവ് കാണിക്കുക, അല്ലാതെ രാഷ്ട്രീയക്കാർ ഇന്ന് കാണിക്കുന്ന സ്വജനപക്ഷപാതം പോലെ പിൻവാതിലിൽ നിന്ന് കളിക്കാതിരിക്കുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. താരസംഘടനയായ അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയായ ഫെഫ്കയും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനും ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എന്നിവയ്ക്കെതിരെ സംവിധായകൻ വിനയൻ 2014 ഡിസംബറിൽ നൽകിയ പരാതിയിലാണ് 2017 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നടപടി. താരങ്ങളെയും സാങ്കേതിക വിദഗ്ധരെയും വിലക്കിയതിലൂടെ തനിക്കുണ്ടായ നഷ്ടം നികത്തണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയിലാണ് കോമ്പറ്റീഷൻ കമ്മീഷന്റെ തീരുമാനം. അമ്മയ്ക്ക് 4,65,000 രൂപ, ഫെഫ്കയ്ക്ക് 85,594, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന് 3,86,534 രൂപ, ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന് 56,661 രൂപ എന്നിങ്ങനെയാണ് പിഴത്തുക. വരുമാനത്തിൻ്റെ 5% എന്ന നിരക്കിലാണ് പിഴ. സംഘടനാ ഭാരവാഹികളായ അന്നത്തെ പ്രസിഡന്റ് ഇന്നസെന്റിന് 51,478 രൂപ, ഇടവേള ബാബുവിന് 19,113 രൂപ, സിബി മലയിൽ 66,386, D ഉണ്ണികൃഷ്ണൻ 3,20,026 രൂപയും K മോഹനൻ 27,737 രൂപയും പിഴയൊടുക്കണം എന്നായിരുന്നു വിധി. കോമ്പറ്റീഷൻ കമ്മീഷനെ സമീപിച്ച സിനിമാ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും 4 ഹർജികളും തള്ളിയ കോടതി വിഷയം കോമ്പറ്റീഷൻ കമ്മീഷന് വിടുകയായിരുന്നു. 3 തവണ കേരളത്തിലെത്തി സിനിമാ സംഘടനകളുമായി വിനയനുമായി നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് പിഴയടയ്ക്കാനുള്ള കോമ്പറ്റീഷൻ ഡയറക്ടർ ജനറലിന്റെ ഉത്തരവ് വന്നത്. ഇതിനെതിരെ അപ്പീൽ പോയെങ്കിലും സുപ്രീം കോടതി വിധി ശരിവെക്കുകയായിരുന്നു.